രാവിലെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് തിരുവനന്തപുരം ജില്ലക്കാർ പൊതുവിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമെന്ന തയ്യാറെടുപ്പോട് കൂടിയാണ് ഈ തിങ്കളാഴ്ച ദിവസം അവർ പല ആവശ്യങ്ങൾക്കായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതുപോലെ തന്നെ രാവിലെ ആര് സൂചിപ്പിച്ചതുപോലെ വലിയ മഴ, അതും ശക്തമായ മഴ, മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന മഴയാണ് രാവിലെ ഉണ്ടായത്. എന്നാൽ ഒരു 8 മണിക്ക് ശേഷം സ്ഥിതി വ്യത്യസ്തമായിരുന്നു. മഴയുടെ ശക്തി കുറഞ്ഞു, ഇടവിട്ട് ശക്തിയായി മഴ പെയ്യാൻ തുടങ്ങി. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം മഴയില്ലാത്തൊരു സാഹചര്യമായി. അത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നഗരപ്രദേശങ്ങളിൽ ഇത്തരത്തിലാണ് മഴയുടെ സാന്നിധ്യം അറിയിച്ചത്. എന്നാൽ മലയോര പ്രദേശങ്ങളാകട്ടെ, അല്ലെങ്കിൽ നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രാവിലെ പെയ്ത മഴ അതിശക്തമായിരുന്നു. അതിനോടൊപ്പം കാറ്റ് കൂടി വന്നപ്പോൾ വ്യാപകമായ കൃഷിനാശമാണ് നെയ്യാറ്റിൻകരയിൽ ഉണ്ടായത്. അതോടൊപ്പം തിരുവനന്തപുരം ജില്ല ഈ മഴക്കാലത്ത് ഉടനീളം നേരിട്ടൊരു പ്രശ്നമാണ് മരങ്ങൾ കടപുഴകി വീണ് ഉണ്ടാകുന്ന അപകടങ്ങൾ. അത്തരത്തിൽ തന്നെ നെയ്യാറ്റിൻകരയിൽ ആവർത്തനമുണ്ടായി. റബ്ബർ മരങ്ങൾ വൈദ്യുതി കമ്പിക്ക് മുകളിലേക്ക് കടപുഴകി വീഴുന്നു. അത്തരത്തിൽ അപകടമുണ്ടാകുന്നു. അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഏറെ ഗൗരവകരമായ കാര്യമാണ്. പിന്നീട് എടുത്തു പറയേണ്ട കാര്യം കാറ്റിൻ്റെ സാന്നിധ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം തിരുവനന്തപുരത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. തിരയുടെ വേഗത കൂടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആര്യ, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് രാവിലെ മഴ പെയ്തപ്പോൾ അതിശക്തമായി പെയ്തു, മണിക്കൂറോളം നീണ്ടു നിന്നു. എന്നാൽ അത് പിന്നീട് ശക്തി കുറയുകയും അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ജനജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ നഗരപ്രദേശങ്ങൾ ഉണ്ടാക്കാതെ ഒഴിഞ്ഞു പോയി എന്ന് വേണം പറയാൻ. ആകെ പ്രശ്നമായത് നെയ്യാറ്റിൻകരയിലാണ്. നെയ്യാറ്റിൻകരയിൽ കൃഷിനാശമുണ്ടായി. ഒരു വീടിൻ്റെ ഭാഗം തകർന്നു വീഴുന്ന അവസ്ഥയിലേക്ക് എത്തി. അതിനപ്പുറത്തേക്ക് ബോണക്കാടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബോണക്കാട്, അടൂര്, പത്തനാപുരം മേഖലയിലൊക്കെ മരം. രാഹുൽ, അതാണ് തിരുവനന്തപുരത്തെ ഒരു സമഗ്രമായ ചിത്രം.